ജീവിച്ച കാലം അത്രയും വാർത്തകളിൽ നിറയുന്ന വ്യക്തി കൂടിയായിരുന്നു വി.എസ്. അച്യുതാനന്ദൻ. പാർട്ടിയോട് കലഹിക്കുമ്പോഴും പാർട്ടിയോട് യോജിച്ചു പോകുമ്പോഴും ഒക്കെ തന്നെ അത് വാർത്തകളായി. എന്ന് മാത്രമല്ല, തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കുമ്പോൾ അതൊക്കെ 8ഉം 10ഉം കോളങ്ങൾ നിരക്കുന്ന അനുഭവം വി.എസിന് വാർത്താമാധ്യമങ്ങൾ നിറഞ്ഞു. അത് ടെലിവിഷൻ ചാനലുകളിൽ ശക്തി പ്രാപിക്കുന്ന കാലത്ത് മുമ്പേ തന്നെ മാധ്യമങ്ങൾ നിറയുന്ന വാർത്തകൾ സൃഷ്ടിക്കും വി.എസ്. അച്യുതാനന്ദൻ. അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ തന്നെ ഒരുപക്ഷെ പാർട്ടിയുമായി സമരസപ്പെടുന്നില്ലെങ്കിൽ പോലും വാർത്തകളിൽ പ്രാധാന്യം നേടിയിരുന്നു. ഇപ്പോൾ കച്ചേരി നടയിൽ വാഹനവ്യൂഹം എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കച്ചേരി നടയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ഷെഫീദ് റാവുത്തർ ചേരുകയാണ്. ഷെഫീദ്, അവിടെയും ജനക്കൂട്ടമുണ്ട്. ആറ്റിങ്ങലിലൊക്കെ 2ാം തവണയും മഴ പെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ കച്ചേരി നടയിൽ അവസ്ഥ എന്താണ്? മഴ മാറി നിൽക്കുന്ന അവസ്ഥയുണ്ടോ? അവിടെ ജനക്കൂട്ടം കാര്യമായിട്ടുണ്ടോ? വളരെ പതുക്കെയാണല്ലോ ഈ വാഹനവ്യൂഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ദർബാർ ഹാളിൽ നിന്ന് ആരംഭിച്ച വിലാപയാത്ര, വി.എസിന്റെ ഭൗതിക ശരീരവുമായിട്ടുള്ള വിലാപയാത്ര ഇതുവരെയും തിരുവനന്തപുരം പിന്നിട്ടിട്ടില്ല എന്നുള്ളതാണ് വി.എസ്. എന്ന മനുഷ്യന് നമ്മുടെ നാട് നൽകുന്ന സ്നേഹമെന്ന് പറയുന്നത്. ഇപ്പോൾ ആറ്റിങ്ങൽ കടക്കാൻ ആ ബസ് വളരെയധികം ബുദ്ധിമുട്ടുന്നത് നമ്മൾ കണ്ടു. റോഡിന്റെ ഇരുവശത്തും ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. പലതരത്തിലുള്ള ആളുകൾ, പല പ്രായത്തിലുള്ള, പല വിഭാഗത്തിൽപ്പെട്ട പലതരത്തിലുള്ള സ്ത്രീകളും പുരുഷന്മാരും അടക്കുന്ന, വയോജനങ്ങളടക്കം അടങ്ങുന്ന ഒരു വലിയ സംഘം ആറ്റിങ്ങൽ നമ്മൾ കണ്ടതാണ്. മൂന്നുമുക്കിലുണ്ടായിരുന്നു, ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിലുണ്ടായിരുന്നു. ഇപ്പോൾ ആറ്റിങ്ങൽ കച്ചേരിപ്പടിയിലും സമാനമായി ഇങ്ങനെ രണ്ട് നിര പോലെ ആളുകൾ അക്ഷമരായി വി.എസിന് വേണ്ടി കാത്തിരിക്കുന്നത് നമുക്ക് കാണാം. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ ഈ അർദ്ധരാത്രിയിലും കോരിച്ചൊരിയുന്ന മഴയിലും ഈ പ്രതികൂല കാലാവസ്ഥയിലുമൊക്കെ കാണാൻ അല്പസമയത്തിനുള്ളിൽ വി.എസ്. അച്യുതാനന്ദൻ തിരുവനന്തപുരം ജില്ല അതിർത്തി കടക്കും. പിന്നീട് കൊല്ലവും ആലപ്പുഴയുമാണുള്ളത്. വി.എസിന്റെ വീടായ പുന്നപ്ര വേലിക്കകത്ത് വീട്ടിൽ എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. പക്ഷേ നാളെ കാലത്തോടു കൂടിയായിരിക്കാം വി.എസിന്റെ ഭൗതിക ശരീരം അവിടെ ഈ വീട്ടിലെത്തിക്കുക. നാളെ രാവിലെ അതിനുശേഷമുള്ള പൊതുദർശന ക്രമീകരണങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട്. വി.എസ്. എത്തുമ്പോഴൊക്കെ പരാതികളും പരിഭവങ്ങളുമായി ജനമെത്തിയിരുന്ന വേലിക്കകത്ത് വീട്ടിൽ പരാതികളില്ലാതെ നിറകണ്ണുകളുമായി വലിയ ജനക്കൂട്ടം ഇതിനോടകം തന്നെ തമ്പടിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ആറ്റിങ്ങൽ കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ മഹാമനുഷ്യനെ എത്രമാത്രം സാധാരണ മനുഷ്യർ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്ന കാര്യം. ഇപ്പോൾ ആറ്റിങ്ങൽ കച്ചേരി നടയിൽ നിന്ന് വളരെ പാടുപെട്ട് ആ ബസ് മുന്നോട്ട് നീങ്ങുന്നുണ്ട്. അതിനുശേഷം അടുത്ത പോയിന്റുകൾ, ഇനി വളരെ ചുരുക്കം പോയിന്റുകൾ മാത്രമാണ് തിരുവനന്തപുരത്തുള്ളത്. ആറ്റിങ്ങൽ ഈ കച്ചേരിപ്പടി കൂടി കഴിഞ്ഞു കഴിയുമ്പോൾ ഇനിയുള്ളത് ആലംകോടും കടുവയിലും കല്ലമ്പലവും നാവായിക്കുളവും 28ാം മൈലും കഴിഞ്ഞ ജില്ലാ അതിർത്തിയായ കടമ്പാട്ടുകോണമാണ്. കടമ്പാട്ടുകോണത്ത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി, CPM ജില്ലാ കമ്മിറ്റി വലിയൊരു യാത്രയയപ്പ് വി.എസിന് നൽകും. ഇനി ഒരിക്കലും ഭരണസിരാ കേന്ദ്രത്തിലേക്കോ പാർട്ടി ആസ്ഥാനത്തേക്കോ തങ്ങളുടെ പ്രിയപ്പെട്ട സഖാവ് തിരികെ വരില്ല എന്നവർക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ആവേശത്തോടുകൂടി വി.എസിനെ യാത്രയാക്കാൻ ഒരുങ്ങുകയാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി. ഏതായാലും സമയക്രമങ്ങൾ അപ്പാടെ തെറ്റി. കാലാവസ്ഥ പ്രതികൂലം. ഇടയ്ക്ക് കുറച്ച് സമയം മാത്രമാണ് ആയതെങ്കിലും കാലം ഒരു പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി വന്നിട്ടുള്ള ആളുകൾ, വി.എസിനെ കാണാനെത്തിയ തടിച്ചുകൂടിയ ആളുകൾ, അവരെ കീറിമുറിച്ചുകൊണ്ട് വി.എസിന്റെ ഭൗതിക ശരീരമുള്ള ബസ്സിന് മുന്നോട്ട് വരാൻ കഴിയാത്ത അവസ്ഥ, അതൊക്കെയാണ് ഇത്രയധികം കാലതാമസം ഉണ്ടാക്കിയത്. ഏതായാലും ആറ്റിങ്ങൽ കച്ചേരി നടയിൽ നിന്ന് നമ്മൾ വീണ്ടും ഈ യാത്രയെ ആരംഭിക്കുകയാണ്, ഈ വിലാപയാത്ര ആരംഭിക്കുകയാണ്. ഒരു മഹാമനുഷ്യൻ, ആ മഹാമനുഷ്യന്റെ അവസാന യാത്ര അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലമായ തിരുവനന്തപുരത്ത് നിന്നും വർഷങ്ങൾ വി.എസ്. പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയുമായും പാർട്ടി തലപ്പത്തും മറ്റു ചില പദവികളിലുമൊക്കെ ഇരുന്ന പ്രിയപ്പെട്ട തിരുവനന്തപുരം വിട്ട് വി.എസ്. ആലപ്പുഴയിലെ അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ണിലേക്ക്, അദ്ദേഹത്തിന്റെ വേരുകളിലേക്ക് തിരികെ യാത്രയാവുകയാണ്. അപ്പോഴും ഈ രാത്രിയിലും ആയിരങ്ങൾ അദ്ദേഹത്തെ കാണാൻ വഴിയരികിൽ കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് വി.എസ്. എന്ന മനുഷ്യൻ എത്രത്തോളം രാഷ്ട്രീയമായി മനുഷ്യരോട് ചേർന്ന് നിന്നു എന്നുള്ളത് വ്യക്തമാക്കുന്ന കാര്യം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാവലാളിന്റെ കരുതൽ അത് നഷ്ടമായി. ഈ കൂടിയിരിക്കുന്ന ജനങ്ങൾ മൊത്തം അത് അംഗീകരിക്കുന്നുണ്ട്. അവരുടെ കണ്ണുകളിൽ ഒരു കടൽ പോലെ ആ സങ്കടമുണ്ട്. നമുക്ക് ഇന്നലെ വൈകിട്ടാണ് വി.എസിന്റെ മരണം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്, പിന്നീട് ആദ്യം AK സെന്ററിലേക്ക്, പിന്നീട് വീട്ടിലേക്കൊക്കെ എത്തിയ ആളുകൾ വിതുമ്പുന്നത് നമ്മൾ കണ്ടതാണ്. ഒരു രാത്രി പ്രിയപ്പെട്ടവർക്കൊപ്പം തലസ്ഥാനത്ത് കഴിഞ്ഞ ശേഷം ഇന്ന് ഈ പകൽ മുഴുവൻ നീണ്ട ദർബാർ ഹാളിലെ തിരക്ക്, അവിടെ കാത്തുനിന്ന് കണ്ണുകലങ്ങിയവർ, നെഞ്ചുപൊട്ടി മുദ്രാവാക്യം വിളിച്ചവർ, അവരെയൊക്കെ ഒറ്റയ്ക്കാക്കി പ്രിയപ്പെട്ട വി.എസ്. ആ യാത്ര തുടരുകയാണ്. ആ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വി.എസിനെ കാണാൻ ജനം തിരുവനന്തപുരത്തേക്ക് ഒഴുകിയെത്തിയ മണിക്കൂറുകളാണ് നമ്മൾ കണ്ടത്. പ്രിയ നേതാവിനെ ഒരു നോക്ക് കണ്ട് മനസ്സിൽ സമരസ്മരണകളുടെ കരുത്തുറപ്പിക്കാൻ വേണ്ടി അങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞവരുണ്ട്. അതിന് ഇനിയുള്ള ക്രമീകരണം ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ വി.എസ്.
ഈ വി എസുമായിട്ടുള്ള ഭൗതിക ശരീരം, വി എസിന്റെ ഭൗതിക ശരീരമായിട്ടുള്ള വാഹനം അത് തിരുവനന്തപുരം അതിർത്തി കടന്നാൽ പിന്നെ കൊല്ലം ജില്ലാ കമ്മിറ്റിയാണ് അത് ക്രമീകരണങ്ങൾ നടത്തുക. ഈ പാതിരാത്രിയിലും ഒരുപക്ഷെ വീണ്ടും ഇനി സമയം വൈകും, 12:30 കഴിയുമായിരിക്കും, 12:30 ശേഷം പോകുമായിരിക്കും ഈ തിരുവനന്തപുരം ജില്ലാ അതിർത്തി കടക്കാൻ. അങ്ങനെയാണെങ്കിൽ ഈ അർദ്ധരാത്രിയിലും കൊല്ലത്ത് വി എസിനെ കാത്ത ആയിരങ്ങൾ ഉണ്ടാകും. അതിനുശേഷം പുലർച്ചെ ആലപ്പുഴയിലേക്ക് കടക്കുമ്പോൾ വി എസിന്റെ സ്വന്തം തട്ടകമാണ്. വി എസിന്റെ വിജയങ്ങളും തിരിച്ചടികളും ഒക്കെ വി എസ് സ്റ്റേറ്റ്മെന്റായി പറഞ്ഞത് ആ സ്ഥലത്താണ്. വി എസ് വളർന്നത് രാഷ്ട്രീയമായി പോട്ടെ അല്ലാതെ ഒരു മനുഷ്യനായി പോലും വളർന്ന മണ്ണാണ്. ആ മണ്ണിലേക്ക് വി എസിനെ കാണാൻ നിരവധി ആളുകളെത്തും. ആ മണ്ണിലേക്ക് വി എസിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിരവധി ആളുകളെത്തും. അവരെയൊക്കെ കാണാനായി വി എസിന്റെ അവസാന യാത്ര ആറ്റിങ്ങിലും പിന്നിട്ട് പോവുകയാണ്. തിരുവനന്തപുരം ജില്ലാ അതിർത്തി അല്പസമയത്തിനുള്ളിൽ പിന്നിടും. SK